ആദ്യം തന്നെ ഞാൻ എല്ലാവരും ഒന്ന് കൊതിപ്പിക്കട്ടെ എന്നാലെങ്കിലും എൻ്റെ വീഡിയോ ഒക്കെ മുഴുവനായിട്ട് കാണട്ടെ അല്ലേ. ഇന്ന് നമ്മളൊരു കല്യാണത്തിന് പോയിട്ടോ, കല്യാണ റിസപ്ഷനാണ്, അതിൻ്റെ ഫുഡ് ഐറ്റംസ് ആണ് കേട്ടോ അതൊക്കെ. അപ്പം ഞാൻ വീഡിയോ നന്നായി ഫുൾ വീഡിയോ ചെയ്യുന്നുണ്ട്, അപ്പോൾ എല്ലാവരും ഇരുന്ന് കാണണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം, ഞങ്ങളും സുഖമായിട്ടിരിക്കണം. നമ്മളിതിന് മുന്നേ ഒരു എൻഗേജ്മെൻറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ കല്യാണത്തിൻ്റെയാണ് കേട്ടോ. എങ്ങനെയെന്ന് വെച്ചാൽ തലേ ദിവസം റിസപ്ഷൻ ആയിരിക്കും, അതിൻ്റെ അടുത്ത ദിവസമാണ് കല്യാണം കേട്ടോ. അപ്പോൾ നമ്മൾ പോയ വീഡിയോയും പിന്നെ അവിടുത്തെ ഫുഡും അങ്ങനെ കുറച്ചുള്ള ഒരു ചെറിയൊരു വ്ളോഗ്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കണേ, കാണാതിരിക്കരുത്, എല്ലാവരും ഫുൾ വീഡിയോ തന്നെ കാണണം കേട്ടോ. ഈ റിസപ്ഷൻ ഉണ്ടായിരുന്നത് നമ്മുടെ ബാംഗ്ലൂരിൽ രാജാജി നഗർ വെച്ചിട്ടായിരുന്നു കേട്ടോ. അവിടെ ഒരു ഹാളിൽ വെച്ചിട്ടായിരുന്നു റിസപ്ഷൻ ഉണ്ടായിരുന്നത്. നമ്മളൊന്ന് തിരിച്ചു വരുമ്പോൾ ഉണ്ടല്ലോ ഫുള്ള് കല്യാണങ്ങൾ കേട്ടോ. ഈ ഓഡിറ്റോറിയത്തിൻ്റെ അടുത്ത് തന്നെ 2-3 ഓഡിറ്റോറിയം ഉണ്ടായിരുന്നു, അവിടെ ഒക്കെ ഫുള്ള് കല്യാണമാണ്. ഫുള്ള് ബാംഗ്ലൂർ ആ നൈറ്റ് ഫുള്ള് കുറേ റിസപ്ഷനും കല്യാണമൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ വീഡിയോസാണ് കേട്ടോ ഇതെല്ലാം. അടുത്തടുത്ത് കുറേ ഓഡിറ്റോറിയം, ഇവിടുത്തെ ഓഡിറ്റോറിയം തന്നെ കാണണം, എന്തൊരു വലുതാണെന്നറിയാം. അതുപോലെ റേറ്റും ഉണ്ട് കേട്ടോ, എത്രയോ ലക്ഷങ്ങളൊക്കെയാണ്. അപ്പോൾ എന്താണെങ്കിലും അപ്പോൾ നമ്മൾ ഈ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലോട്ട് എൻട്രി ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ആ സ്റ്റെപ്സാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് കയറിയിട്ട് ഒരു ഹാളുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ കല്യാണമൊക്കെ വരുന്നത്, താഴെയാണ് ഫുഡിൻ്റെതൊക്കെ. അപ്പോൾ ഫസ്റ്റ് തന്നെ കയറി വരുമ്പോൾ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഉണ്ട്, അതൊരു വാട്ടർ മെലണും പിന്നെ ബദാം മിൽക്കും ആയിരുന്നു. അങ്ങനെ 2 ഐറ്റം ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഇങ്ങനെ ഒരു റോളാക്കിയിട്ട്, ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ സംഭവം ടേസ്റ്റ് ആണ്. വെജിറ്റബിൾസ് സ്റ്റഫ് ചെയ്തിട്ട് ഒരു റോള് പോലെ, നമ്മുടെ പപ്സിൻ്റെയൊക്കെ വേറൊരു രൂപം അങ്ങനെ. അപ്പോൾ അതിന് സോസും ഉണ്ടായിരുന്നു, കഴിക്കാൻ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് തന്നെ കഴിച്ചത്. ഒരെണ്ണം മേടിച്ച് അങ്ങനെ കഴിച്ചു എല്ലാവരും കൂടി നിന്നിട്ട്. അതിന് ശേഷമാണ് നമ്മൾ മേലോട്ട് പോകുന്നത്, അവിടെയാണ് കല്യാണം. ഇവിടെ താഴെയാണ് ഫുഡിൻ്റെയൊക്കെ ഹാള് ഉള്ളത് കേട്ടോ. അപ്പോൾ മേലെ 2 സൈഡ് സ്റ്റെപ്സ് ഉണ്ട്, ആ സ്റ്റെപ്സ് കയറിയിട്ട് നമ്മൾ ഹാളിലേക്ക് പോകാണ് കേട്ടോ. അതിന് മുമ്പ് ഒരു സാധനം കാണിച്ചു, ഈ ഫ്രണ്ടിൽ ഇവർ നന്നായി ഡെക്കറേറ്റ് ചെയ്ത കുറച്ച് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാം കേട്ടോ. ഇനി അല്ല, ഈ ചേട്ടൻ എന്തൊക്കെ എക്സ്പ്രഷനായിടുന്നത്, ഇത് വാട്ടർ മെലൺ ഡ്രിങ്ക് തന്നെയല്ലേ? അപ്പോൾ എന്താണെങ്കിലും ഇതാ ഡ്രിങ്കും സ്നാക്കൊക്കെ നമ്മൾ കഴിച്ചു കേട്ടോ താഴെ നിന്നിട്ട്. ഇനി ഇവിടെ ഡെക്കറേറ്റ് ചെയ്ത കുറേ ഐറ്റംസൊക്കെ കാണിച്ചു തരേ. അപ്പോൾ ഇത് കണ്ടോ, നല്ല അടിപൊളിയായിട്ടില്ലേ, നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ, നല്ല കളർഫുള്ളായിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ 2 സൈഡിൽ പിന്നെ നമുക്ക് ഫോട്ടോ സെക്ഷനൊക്കെ വേണ്ടിയിട്ടും അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട്. പൂവൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് നല്ല രസമുണ്ട് കേട്ടോ. അതും കാണാൻ ഫുള്ള് ഫ്ലവേഴ്സാണ്, നല്ല വെറൈറ്റി ആയി ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്. ഈ സ്റ്റെപ്സിലൊക്കെ നമ്മൾ കയറി പോകുമ്പോഴൊക്കെ അങ്ങനെ ഫ്ലവേഴ്സാണ് കേട്ടോ. അപ്പോൾ 2 സൈഡും ഇങ്ങനെ സ്റ്റെപ്പ്, അതിൽ കൂടെയാണ് നമ്മളിങ്ങനെ കയറിയിട്ട് മേലെ എത്തിയത്. അപ്പോൾ അവിടെയാണ് കേട്ടോ എല്ലാവരും, നല്ല ഇവിടെയൊക്കെ ഗ്രാൻഡ് ഫംഗ്ഷനാണ്, എല്ലാവരും ഡ്രസ്സൊക്കെ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം. എല്ലാവരും ഭയങ്കര സാരി, ഭയങ്കര ഗ്രാൻഡ് ലുക്കിലാണ് വരും. ഗോൾഡൊന്നും അധികം ഉണ്ടാവില്ല, പക്ഷേ സാരി, ബ്ലൗസ് അങ്ങനെ ഡ്രസ്സൊക്കെ നല്ല വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നല്ല സൂപ്പറാണ്. ഞാനെന്താണെങ്കിലും ഒരു സാരി കൊടുത്തിട്ടാണ് വന്നത്, നമ്മളോട്ട് കുറയ്ക്കാൻ പാടില്ലല്ലോ, അത് വെച്ച് ചെറിയൊരു മേക്കപ്പൊക്കെ ചെയ്തത് ആ പിള്ളേരൊക്കെ അടിപൊളിയായിട്ടാണ് നമ്മളും വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ വെൽക്കം ഡ്രിങ്കൊക്കെ കുടിച്ച് ആ സ്നാക്കൊക്കെ കഴിച്ച് നമ്മൾ മെല്ലെ മേലെ എത്തി കേട്ടോ. മേലെ സ്റ്റേജ് നല്ല സൂപ്പറാണ്, സൈഡൊക്കെ നല്ല ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂ ആണിതല്ലേ. അപ്പോൾ നമ്മളവിടെ കുറച്ച് നേരം ഇരുന്നു. ഇനി ഇവിടെ എങ്ങനെയെന്ന് വെച്ചാൽ സ്റ്റേജ് കയറണമെങ്കിൽ ഇങ്ങനെ ക്യൂ നിൽക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുക്കുവാണെങ്കിലും അപ്പോൾ ആ തിരക്ക് ഒഴിവാക്കാനായിട്ട് ഇങ്ങനെ സൈഡിൽ ഒരു ക്യൂവിനായിട്ട് ഒരു സ്ഥലം വിട്ടിട്ടുണ്ട് ഇവർ. അപ്പോൾ അതെന്താണെങ്കിലും നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതല്ലെങ്കിൽ എല്ലാവരും കൂടി ഇങ്ങനെ തിരക്കിയൊക്കെ പോകും. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഇരിക്കുവാണ്. കൂടുതൽ ഇതൊരു തമിഴ് ഫാമിലിയുടെ കേട്ടോ മാരേജ്. അപ്പം നമ്മളും കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നു. പിന്നെ ധീരജ് ഫോട്ടോ എടുക്കുന്ന സമയമൊക്കെ ആകുമ്പോഴേക്കും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, ധീരജിൻ്റെ സിസ്റ്ററിൻ്റെ മാരേജാണ് കേട്ടോ, കമ്പനിയിലെ ചേട്ടൻ്റെ കമ്പനിയിലെ. അപ്പോൾ ഞാനിതിൻ്റെ എൻഗേജ്മെൻറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കിട്ടോ. നല്ല വീഡിയോ ആണ്, നല്ല ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കിക്കോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ക്യൂ ആയിട്ട് നിൽക്കണം കേട്ടോ, കുറേ പേര് വെയിറ്റിംഗ് ആണ് ഇവിടെ. അപ്പോൾ നമ്മളും ശരി എന്നാൽ ക്യൂവിൽ പോയി നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ പോയി നിന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കലും അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കാണ്. നമുക്ക് അധികം അറിയുന്നവരാരും ഇല്ല, ഇവരെ ജസ്റ്റ് പാരൻസിനെ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ നമ്മളും ക്യൂവിലൊക്കെ നിന്ന് വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് സ്റ്റേജ് ഡെക്കറേഷനൊക്കെ സൂപ്പറാണ്. അപ്പോൾ എല്ലാവിടെയും സ്ക്രീനൊക്കെ വെച്ചിട്ടുണ്ട്, അപ്പോൾ അതിലൊക്കെ കാണാം. അപ്പോൾ നമ്മളും അതിലിരിക്കണമൊക്കെ കണ്ടു. അപ്പോൾ അങ്ങനെ ജസ്റ്റ് അതിൻ്റെ കുറച്ച് വീഡിയോ. ഇനി നമുക്ക് സ്റ്റേജിൽ കയറിയിട്ട് ഫോട്ടോ എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളും സ്റ്റേജിൽ കയറിയിട്ട് ധീരജൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് അടുത്തത് ഫുഡാണല്ലോ, ഫുഡ് സെക്ഷനാണ്. അപ്പം മെയിനായിട്ട് താഴെ വെൽക്കം ഡ്രിങ്ക് കഴിഞ്ഞു, അത് കഴിഞ്ഞ് സ്റ്റേജിൽ കയറി ഫോട്ടോ എടുത്തു. ഇനി നമുക്ക് ഫുഡിൻ്റെ കാര്യം നോക്കാമല്ലേ. അപ്പോൾ ഫുഡ് താഴെയായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ താഴോട്ടേക്ക് ഇറങ്ങി. അപ്പോൾ താഴോട്ട് ഫുഡ് കഴിക്കാൻ പോകുന്ന അവിടത്തേക്ക് ഉണ്ട് കുറേ ചാക്കിൽ ഇങ്ങനെ ആക്കി വെച്ചിരിക്കണം, ഗിഫ്റ്റൊക്കെ തരാനുള്ളതാണ് കേട്ടോ. നമുക്ക് തേങ്ങയാണ് ഇങ്ങനെ ഇവർ നിറച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. ഈ സഞ്ചിയിൽ ഓരോരുത്തർക്ക് ഓരോ തേങ്ങ തരുമല്ലോ കവറിൽ. അപ്പോൾ അതാണ് കേട്ടോ അത്. അപ്പോൾ ഇനി ഫുഡ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ സെറ്റായിട്ട് ഇരുന്നു കേട്ടോ. ഇനി ഫുഡ് എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. അതാണ് നമ്മുടെ മെയിൻ ഐറ്റം അല്ലേ. അപ്പോൾ ജസ്റ്റ് ആ വീഡിയോ ഇനി ഒന്ന് കണ്ടു നോക്കാം.
അപ്പോൾ എല്ലാവരും ഇരുന്ന് കഴിക്കലൊക്കെയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഓരോരോ സൈഡിൽ നിന്ന് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ അതാ നമ്മളും ഇരുന്ന് കഴിഞ്ഞു. ഇനി നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇല വന്നു. അതിനുശേഷം നമുക്കൊരു ടിഷ്യൂ ആണ്, വെള്ളമൊക്കെ ആയിട്ടുള്ള ടിഷ്യൂ ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇലയെല്ലാം ക്ലീൻ ചെയ്യുവാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ദേവ് പോയിട്ട് ഒരു ഐസ്ക്രീമൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൾ അതിരുന്നും കഴിക്കുന്നുണ്ട്. ടിഷ്യൂ കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ പിള്ളേരിരുന്ന് തുടക്കലാണ് കേട്ടോ. ഇല തുടച്ച് അവസാനം ഇല കീറുമോന്നടക്കം പേടിയായി. അമ്മാതിരി ഇരുന്ന് ക്ലീൻ ചെയ്യലായിരുന്നു കേട്ടോ. അപ്പം ഭയങ്കര ക്ലീനിങ്ങൊക്കെ ആയിരുന്നു. അതിന് ശേഷം നമുക്ക് ഇനി ഓരോരോ ഫുഡ് ഐറ്റംസ് വരണം കേട്ടോ. അപ്പോൾ അത് അവരുടെ ക്ലീനിങ് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഇവരുടെ കൈ പോലും ഇവർ ചിലപ്പോൾ ഇങ്ങനെ വൃത്തിയാക്കിയിട്ടുണ്ടാവില്ല. ഭയങ്കര വൃത്തിയാക്കലാണ് രണ്ടാളും കൂടി ഇരുന്നിട്ട്. അപ്പം ഞാൻ കമൻറ്റ് പറഞ്ഞപ്പോൾ എന്നെ നോക്കി പേടിപ്പിക്കുകയാണ്. അപ്പോൾ അതാ അങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു ഫുഡ് വരുമ്പോഴത്തേനും വേറെ ഇല പറയേണ്ടി വരുമെന്ന്. ഭയങ്കര ക്ലീനിങ് ആയിരുന്നു ആ ടിഷ്യൂ വെച്ചിട്ട്. ഒന്നാമത് ടിഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഇത്ര നന്നായി ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ അതാ ക്ലീനിങ് ഒക്കെ കഴിയാറായിട്ട് അപ്പോഴത്തേനും ഓരോരോ ഐറ്റം വരുന്നത്. അതുകൊണ്ട് അവർ ക്ലീനിങ് ഒക്കെ നിർത്തി കൈയൊക്കെ വൃത്തിയാക്കിയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ വിളമ്പുന്നത് പായസമാണ് കേട്ടോ. പായസം മറ്റേ സേമിയ വെച്ചിട്ടുള്ള ഒരു ഐറ്റമായിരുന്നു. സേമിയ പ്ലസ് മിക്സ് എന്തൊക്കെയുണ്ട്, സേമിയ വെറുതെ അല്ല. അപ്പോൾ അതിലെന്തൊക്കെ മിക്സും ഉണ്ട് കേട്ടോ. അതെനിക്ക് കറക്റ്റ് അറിയത്തില്ല. പിന്നെ ഇവർ കുറച്ച് അച്ചാർ വിളമ്പുന്നുണ്ട്. അതുപോലെ ഒരു സാലഡാണ്, ഈ ഉഴുന്നൊക്കെ വെച്ചിട്ട് ഇവിടെ ഉണ്ടാവുന്ന മെയിൻ ഒരു സാലഡാണ് കേട്ടോ. അതാണ് വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ പിന്നെ കുറേ കറിയുണ്ട്, ഒരു മസാലക്കറിയുണ്ട്, പിന്നെ ഒരു ഉപ്പേരി പോലെ നമ്മുടെ ബീൻസ് തോരൻ പോലെ ഒരെണ്ണമുണ്ട്. അപ്പോൾ അത് വിളമ്പുന്നുണ്ട്. അതിനുശേഷം ഈ വിളമ്പിയത് ഉരുളക്കിഴങ്ങിൻ്റെ ഒരു ഫ്രൈ പോലെയുണ്ട്, ഒരു മസാല ഫ്രൈ അല്ല, ഒരു ഉപ്പേരി തന്നെ, കുറച്ച് ഡ്രൈ ആയിട്ട്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ കോളിഫ്ലവർ ഉണ്ട്. കോളിഫ്ലവർ നമ്മുടെ ഗോബി മഞ്ചൂരിയൊക്കെ പോലെ ഒരു ഐറ്റം ഉണ്ടായിരുന്നു. ഈ വെച്ചത് ബേബി കോൺ ആണ് കേട്ടോ. ബേബി കോൺ ഫ്രൈ ചെയ്തതായിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിള്ളേർക്കൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഐറ്റം ഉണ്ടായിരുന്നു. പിന്നെ ഇടുന്നത് നമ്മുടെ ഒരു സ്വീറ്റാണ്. അതെന്ത് വെച്ചിട്ടാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ സംഭവം ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു വെജിറ്റബിളൊക്കെ മിക്സാക്കി വരുന്നു, എന്തോ ഒരു സ്വീറ്റ് പോലെ തോന്നിയിട്ട്. അപ്പോൾ അവൾക്ക് ബേബിക്കോൺ വേണ്ടാന്ന് പറഞ്ഞ് എനിക്ക് തന്നതാണ് കേട്ടോ. എന്താണെങ്കിലും ഞാൻ കഴിക്കാം. അപ്പോൾ സ്വീറ്റും അതേ വേണ്ടാന്ന് പറഞ്ഞ് രണ്ടാളും കൂടി തന്നു. പിന്നെ അമ്പാടിക്ക് ബേബിക്കോൺ വേണം പറഞ്ഞപ്പോൾ അങ്ങോട്ട് കൊടുത്തു. അപ്പോൾ ഈ ഇലയിലൊക്കെ വിളമ്പുവാണെങ്കിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടലാണ് മൊത്തം. പിന്നെ അതെങ്ങനെ കുറേ വെജിറ്റബിൾ ഐറ്റംസ്, ആ സദ്യ ടൈപ്പാണ് കേട്ടോ, വെജാണ്. അപ്പോൾ ഇത് നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ചെയ്തതാണ്. അപ്പോൾ അതൊരു ഐറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാവർക്കും വിളമ്പുന്നു. അവൻ ആദ്യം വേണ്ടാന്ന് പറഞ്ഞു, പിന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവന് പിന്നെയും വിളമ്പിയതാണ് കേട്ടോ അത്. പിന്നെ ഇനി വരുന്നത് നമ്മുടെ ഒരു മെയിൻ ഡിഷ് പോലെ, അല്ലെങ്കിൽ നോർമലി ചപ്പാത്തിയോ പൂരിയോ ഒക്കെ ഉണ്ടാവാറ്. ഇപ്പോൾ ഇതുവരെ കുറച്ചുകൂടി ഹെൽത്തി ആക്കിയെന്ന് തോന്നുന്നു. ഇത് ഒരു ഭാഗത്ത് റാഗിയും പിന്നെ മറ്റേ സൈഡിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ അതായിരുന്നു. പക്ഷേ സംഭവം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇതിന് കഴിക്കാനായിട്ട് ഒരു മസാലക്കറിയാണ്, ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട്. ഇവർ ഈ രണ്ട് കളറാക്കി എടുക്കാൻ നല്ല പാടുപെട്ടിട്ടുണ്ടാവില്ലേ. എന്താണെങ്കിലും സൂപ്പർ ടേസ്റ്റ് ഉണ്ട്. ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ സംഭവം ഒരു റൊട്ടി ടൈപ്പ്, നല്ല ഹെൽത്തി ആണെന്ന് എനിക്ക് തോന്നി. അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിലൊരു പൈനാപ്പിൾ കറി ഉണ്ട്, ഒരു മധുരക്കറി ഉണ്ടായിരുന്നു പൈനാപ്പിൾ. പക്ഷേ എല്ലാം കളർ ഒരുപോലെ ആയതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് അങ്ങ് മനസ്സിലായില്ല. അപ്പോൾ പൈനാപ്പിൾ കറി ഉണ്ടെന്ന് ചേട്ടൻ പറഞ്ഞപ്പോഴാണ് കേട്ടോ ഞാനും മനസ്സിലാക്കിയത്. പിന്നെ ഇതാണ് നമ്മുടെ സ്വീറ്റ് കേട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എന്തോ ഒരു പനീർ ടൈപ്പ് എന്തോ ഒരു സബ്സ്റ്റൻസ് വെച്ചതുപോലെ, അങ്ങനെ ഒരു മെറ്റീരിയൽ അതിൽ സ്റ്റഫ് ചെയ്ത പോലെയായിരുന്നു കേട്ടോ. രണ്ട് സൈഡത്ത് അത് കഴിക്കുമ്പോൾ ഒരു വെജിറ്റബിളിൻ്റെ എന്തോ ഒരു ടേസ്റ്റൊക്കെ എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ. അപ്പോൾ അതെന്തോ ഒരു വെറൈറ്റിയാണ് സംഭവം. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ചപ്പാത്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചപ്പാത്തിക്കും അതേ മസാലക്കറികൾ, ഉരുളക്കിഴങ്ങ് കറി അങ്ങനെയൊക്കെ ഇരിപ്പുണ്ട്. പനീർ കറിയായിരുന്നു ചപ്പാത്തിക്ക് പിന്നെ വന്നത്. അപ്പോൾ ഇനി നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമ്മൾ ഫിനിഷ് ചെയ്യണം. ഫസ്റ്റ് വരുന്ന ഐറ്റംസൊക്കെ നമ്മൾ അങ്ങ് ഫിനിഷ് ചെയ്യണം. അതിന് ശേഷം ഇവർ അടുത്ത ഐറ്റം കൊണ്ടുത്തരും. അപ്പോൾ അതാ നമ്മുടെ ഈ റൊട്ടിയും ഞാൻ ഈ മസാലക്കറി വെച്ചാൽ കഴിച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പറയാതിരിക്കാൻ വയ്യ, നല്ല ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഹെൽത്തി ആയിട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതന്നെ നല്ല കാര്യം എനിക്ക് തോന്നി. അല്ലെങ്കിൽ പൂരിയൊക്കെ ഉണ്ടാവാറ്, പിന്നെ എണ്ണയിൽ വറുത്തൊക്കെ. അപ്പോൾ അതൊക്കെ കുറേയൊക്കെ അവോയ്ഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നിയിട്ട് ഈ ടൈം. പിന്നെ നമ്മുടെ അച്ചാർ, ഉപ്പ്, അങ്ങനെ സാലഡ്സ്. അതുപോലെ ഇവിടെ നല്ലൊരു സാലഡ് ഉണ്ട്, ഉഴുന്ന്, അതുപോലെ കുറച്ച് വെജിറ്റബിൾസ് അങ്ങനെ ഇട്ടിട്ട്. അതുപോലെ കോൺ വെച്ചിട്ട് ഒരു റെഡ് കളർ ഒരു ഗ്രേവി ടൈപ്പ്, ഗ്രേവി അല്ല, ഒരു ജസ്റ്റ് ഒരു സാലഡ് പോലെ തന്നെ. അതിൽ കുറച്ച് ഗ്രൗണ്ട് നട്ട്സ്, നമ്മുടെ കടലയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു ഐറ്റം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ കുറച്ചുകൂടി ഹെൽത്തിയാണ്. അപ്പോൾ അങ്ങനെയുണ്ട്. പിന്നെ ഇതെന്തോ രസഗുള പോലെ ഒന്ന് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പേരെനിക്കറിയില്ല, രസഗുളയല്ല, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു, ഒരു സ്വീറ്റ്. അപ്പോൾ അതൊക്കെയായിരുന്നു കേട്ടോ ആ സമയത്തുള്ളത്. അപ്പോൾ നമ്മൾ അതൊക്കെ ഫിനിഷ് ചെയ്യണം ഫസ്റ്റ്. അതിനുശേഷം നമുക്ക് റൈസ്, സാമ്പാറൊക്കെ കൊണ്ടുത്തരും. അപ്പോൾ ഞാൻ ആ ചപ്പാത്തിയും പിന്നെ ആ റൊട്ടി ടൈപ്പൊക്കെ കഴിച്ചു. അല്ല, ചോറ് തരുന്നേക്ക് മുമ്പ് വേറൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ മഷ്റൂം ബിരിയാണി ഉണ്ടായിരുന്നേ, അതും സാലഡും, അതും സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ എനിക്ക് തോന്നി. ഞാൻ ഉണ്ടാക്കാറുണ്ട് അങ്ങനെ മഷ്റൂം ബിരിയാണി. അപ്പോൾ അതിൽ മഷ്റൂമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മഷ്റൂം ബിരിയാണിയും സാലഡും കഴിച്ചു കേട്ടോ. പിന്നെ
ഈ മഷ്റൂം ബിരിയാണിയുടെ കൂടെ കഴിക്കാനോ തോന്നുന്നു കേട്ടോ. പപ്പടവും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പപ്പടം എന്നല്ല, ഇവിടെ അപ്പളം എന്നാട്ടോ പറയുക. നമ്മുടെ പപ്പടത്തിൻ്റെ ടേസ്റ്റല്ല, നല്ല വലുതാണ്. അതുപോലെ ബേക്കിംഗ് സോഡ അധികം ചേർക്കണില്ല തോന്നുന്നു, അറിയത്തില്ല. അപ്പോൾ എന്താണെങ്കിലും സംഭവം സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇത് പിന്നെ ചപ്പാത്തിയും പനീർ കറിയും ഒക്കെ തന്നതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂടി, പനീർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ അതൊക്കെ കൂടി ഞാൻ നന്നായി കഴിച്ചു. പനീർ കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഈ ബിരിയാണി കൂടി കഴിച്ചതിന് ശേഷമാണ് നമ്മുടെ ചോറ് വരിക. അപ്പോൾ എല്ലാം നമ്മൾ അളവ് കുറച്ചാൽ നമ്മൾ മേടിക്കുന്നുള്ളൂ. കുറച്ച് മതി എന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ മേടിക്കുന്നത്. അതെല്ലാം കൂടി ഒന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാ ഐറ്റംസും ടേസ്റ്റ് ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ചോറും മേടിച്ചത്. അപ്പോൾ കുറച്ച് ചോറും മേടിച്ചു. അതിന് ശേഷം നമ്മുടെ സാമ്പാറും മേടിച്ചു. സാമ്പാറും സൂപ്പർ ടേസ്റ്റാണ്. നമ്മുടെ നാട്ടിലെ സാമ്പാറൊന്നുമല്ല, ഇവിടുത്തെ സാമ്പാറാണ്. എനിക്കിപ്പോൾ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചിലവർക്കൊന്നും ചിലപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുഡൊന്നും അങ്ങ് ഇഷ്ടപ്പെടില്ല. പക്ഷേ എന്താണെങ്കിലും സംഭവമൊന്നും കുഴപ്പമില്ല. അങ്ങനെ കുറ്റം പറയുന്ന രീതിയിലൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, നമുക്ക് കഴിക്കാൻ തോന്നും. ഇതുകൊണ്ടൊന്നും കഴിഞ്ഞില്ല കേട്ടോ. ഇനിയുണ്ട് ഐറ്റംസ്. ഇനി നമ്മുടെ ചോറും രസവും ചോറും മോരൊക്കെ വരും കേട്ടോ. പക്ഷേ എൻ്റെ വയറ് നിറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്തിയിട്ടു. അപ്പോൾ ചേട്ടൻ കുറച്ച് ചോറും മോരൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. രസം ഇവിടുത്തെ ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അതും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അത്ര വലിയ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. പക്ഷേ ഈ ഡൈജഷനൊക്കെ നല്ലതാണ് ലാസ്റ്റ് കഴിക്കുന്നത്. അങ്ങനെ നമ്മൾ നല്ല വിഭവസമൃദ്ധമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ എന്താണെങ്കിലും നല്ലൊരു സദ്യയായിരുന്നു. അപ്പോൾ നല്ല സദ്യയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇലയൊക്കെ മടക്കിയിട്ട് ഇറങ്ങി കേട്ടോ. പിന്നെ നമുക്ക് തേങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. 2 ആൾക്ക് ഓരോ കവറിൽ അവർ തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പുറത്തിറങ്ങിയപ്പോൾ നമ്മുടെ ഐസ്ക്രീം സെക്ഷൻ ആണല്ലോ. ഐസ്ക്രീം വിത്ത് ഫ്രൂട്ട്സ് ഉണ്ട്, അതല്ലെങ്കിൽ ഐസ്ക്രീം മാത്രം എടുക്കുക. അങ്ങനെ ഐസ്ക്രീം സെക്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് മറ്റേ സംഭവമില്ലേ, ആ സ്വീറ്റ്, എനിക്കതിൻ്റെ പേരറിയില്ല. അപ്പോൾ ആ സ്വീറ്റ്, ആ സംഭവം ഇങ്ങനെ വെറ്റിലയിൽ പൊതിഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടാവും. നമ്മളെ ഹോട്ടൽസിലൊക്കെ കാണാമല്ലോ. അപ്പോൾ അതുപോലൊരു ഐറ്റം കൂടി ഉണ്ട്. അതൊന്നും നമ്മൾ ട്രൈ ചെയ്തില്ല. അപ്പോൾ അതുകൂടി അവിടെ ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും. അപ്പോൾ അത് അത്രയാണ് നമ്മുടെ ഫുഡിൻ്റെ ഐറ്റംസ്. ഇങ്ങനെയെല്ലാം കവറിലോ ഈ വെറ്റിലയുടെ അതിലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കന്നഡക്കാരൊക്കെ മോസ്റ്റ്ലി ഫുഡ് കഴിക്കൽ കഴിഞ്ഞാൽ അത് ചെയ്യാറുണ്ട്. ഒരുത്തി ഇവിടെ ഇരുന്നിട്ട് ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിപ്പാണ്. സ്റ്റെപ്പിലൊക്കെ ഇരുന്ന് ഭയങ്കര ഐസ്ക്രീം കഴിപ്പായിരുന്നു. അങ്ങനെ ഐസ്ക്രീം കഴിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ പെട്ടെന്ന് അങ്ങ് പോകാൻ പറ്റില്ലല്ലോ, ധീരജിൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണമല്ല. അപ്പോൾ നമ്മൾ പിന്നെയും അവിടെ മേലോട്ട് തന്നെ പോയി. എന്നിട്ട് എല്ലാവരെയും കാണാനായിട്ട് പിന്നെയും സംസാരിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ധീരജിൻ്റെ വൈഫും കൊച്ചൊക്കെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ സംസാരിക്കാനായിട്ടൊക്കെ അങ്ങോട്ട് പോയിട്ടോ. പിന്നൊരു ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് ഉണ്ടായിട്ടോ. ഞങ്ങൾ ഫോട്ടോ എടുക്കാനായിട്ട് സ്റ്റേജിൽ കയറിയപ്പോൾ ബ്രൈഡ് പറയുക, ഇതാണ് നമ്മുടെ യൂട്യൂബർ, നമ്മുടെ എൻഗേജ്മെൻറ്റ് വീഡിയോ കവർ ചെയ്ത ആളെന്ന്. അപ്പോൾ എല്ലാവർക്കും അറിയാം ഇവരൊരു ജോയിൻറ്റ് ഫാമിലിയാണ്. ഇപ്പോൾ ചെറിയച്ഛൻ വലിയച്ഛൻ അങ്ങനെ എല്ലാവരും കൂടി ഒരു വീട്ടിലാണ് താമസം. അങ്ങനെ ഞാൻ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ശരിക്കും അവർ ചിലപ്പോൾ കാണിച്ചു കൊടുത്തായിരിക്കും, ധീരജ് കാണിച്ചു കൊടുത്തായിരിക്കും വീഡിയോ. എന്താണെങ്കിലും താങ്ക് യു ധീരജ്. അപ്പോൾ എല്ലാവരും അവരുടെ അമ്മയൊക്കെ പറഞ്ഞു, അറിയാം എൻഗേജ്മെൻറ്റ് വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ. എന്താണെങ്കിലും ഒരു ചെറിയ കാര്യമാണെങ്കിൽ എനിക്കത് വലിയ സംഭവമായിട്ട് തോന്നി. ചേട്ടനോട് പറഞ്ഞപ്പോൾ അതിനിപ്പോൾ എന്താന്ന് പറഞ്ഞു. പക്ഷേ എനിക്കെന്തോ അത് വലിയൊരു സംഭവമായിട്ട് തന്നെ തോന്നിയത് കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ നമ്മൾ അവരോടൊക്കെ നിന്ന് വർത്താനം പറഞ്ഞു. ധീരജിൻ്റെ കൊച്ചിനെയൊക്കെ കണ്ടു. കുറച്ച് നേരമൊക്കെ അങ്ങനെ നിന്ന് സംസാരിച്ച് നമ്മൾ തിരിച്ചു പോരുകയാണ് കേട്ടോ. അപ്പോൾ തിരിച്ചിറങ്ങി വണ്ടി അവിടെ പാർക്കിങ്ങിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ധീരജ്. ആൾ ബിസി ആയതുകൊണ്ട് നല്ലൊരു വീഡിയോ ഒന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇത് കൊച്ചുമാണ്. അപ്പോൾ എന്താണെങ്കിലും താങ്ക് യു സോ മച്ച് ധീരജ്. ഇത് കണ്ടു, ഇതിൻ്റെ അടുത്ത് തന്നെയുള്ള 2 കല്യാണ മണ്ഡപങ്ങളാണ്. അപ്പോൾ അവിടുത്തെ ഒക്കെ ഭയങ്കര കല്യാണവും തിരക്കും ആൾക്കാരും ഭയങ്കര ബഹളമായിരുന്നു. അന്ന് ശനിയാഴ്ചയാണ് കേട്ടോ നമ്മളിത് പോയത്, ഓണത്തിൻ്റെ തലേ ദിവസം. പിന്നെ നമ്മൾ തിരിച്ചു വരുന്ന വഴിയാണ് പൂവൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നല്ലൊരു കല്യാണമായിരുന്നു കേട്ടോ. അങ്ങനെ കല്യാണ റിസപ്ഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലൊരു 10 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ എത്തിയത്. പൂവൊക്കെ മേടിച്ചു ഓണത്തിനായിട്ടുള്ള. അപ്പോൾ ഇത് നമ്മൾ അവിടെ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസാണ്. നല്ല സീനറിയൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. നമ്മുടെ ഒരു ചെറിയ വ്ളോഗാണ്, എല്ലാവരും കണ്ടു നോക്കണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നാൽ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാമല്ലേ. അപ്പോൾ ഓക്കെ, ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.